ഇപ്പോൾ കലഞ്ചർ ടിവിയുടെ മാധ്യമപ്രവർത്തകൻ പാൽ മുരുകൻ കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. സർ, ഇപ്പോൾ നമുക്ക് ഈ ചെല്ലദുരി എന്ന മാധ്യമപ്രവർത്തകനിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിഞ്ഞിരിക്കുന്നത് കൃത്യമായ രീതിയിൽ ഒരു നിർദ്ദേശം നൽകിയിരുന്നതാണ് വിജയ്ക്കും വിജയുടെ പാർട്ടിക്കും. അവിടെ ഇത്ര വലിയൊരു സ്ഥലം ഉണ്ടായിരുന്നില്ല, ഒരു വിശാലമായ സ്ഥലമല്ല എന്ന് അധികൃതർ നിർദ്ദേശം നൽകിയിട്ടും അത് അനുസരിക്കാതെ നടത്തിയത് കൊണ്ടാണ് ഇത്ര വലിയൊരു ദുരന്തം ഉണ്ടായത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ടോ? അതായത് വിജയുടെ ഈ കണ്ടിന്യൂ ആയിട്ട് നടക്കുന്ന പല പബ്ലിക് മീറ്റിംഗുകളിലും ഇതുപോലെ സംഭവിക്കുന്നതുണ്ട്. അതായത് പോലീസിനും പാർട്ടിക്കാർക്കും തമ്മിൽ ഈ പല സ്ഥലങ്ങളിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പോലീസ് സെക്യൂരിറ്റി കോൺസെപ്റ്റ് അനുസരിച്ചാണ് ചില സ്ഥലങ്ങൾ നിർദ്ദേശിക്കുന്നത്. പക്ഷെ അത് പാർട്ടിക്കാർ അക്സെപ്റ്റ് ചെയ്യാത്ത ഒരു സംഭവമാണ് ഈ പ്രാവശ്യം നടന്നിരിക്കുന്നതെന്നാണ് തോന്നുന്നത്. കാരണം 2-3 സ്ഥലങ്ങൾ അതായത് വിജയുടെ പബ്ലിക് മീറ്റിംഗിന് ഒരുപാട് ആൾക്കാർ വരുന്നത് കൊണ്ട് പോലീസ് നിർദ്ദേശിച്ച ആ സ്ഥലം അക്സെപ്റ്റ് ചെയ്യാൻ അവര് പാർട്ടി സമ്മതിച്ചില്ല. അതുകൊണ്ട് വേറൊരു സ്ഥലമാണ് അവര് അക്സെപ്റ്റ് ചെയ്തത്. അവിടെയാണ് ഇപ്പോ ഈ ആക്സിഡന്റ് നടന്നിരിക്കുന്നത്. ഈ സ്റ്റാമ്പേഡിൽ തൽക്കാലം 31 പേര് മരിച്ചിട്ടുണ്ട്. അതിൽ 6 പേര് കുട്ടികളെന്നതാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ടത്. അതേപോലെ 9-ലധികം പെണ്ണുങ്ങളുണ്ട്. ഇങ്ങനെ 31 പേര് ഇതുവരെ മരിച്ചിട്ടുണ്ട്. 60-ൽ കൂടുതൽ ആൾക്കാർ ഇപ്പോൾ ഹോസ്പിറ്റൽസിൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ അടുത്തുള്ള ഡിസ്ട്രിക്റ്റിൽ, അതായത് തിരുച്ചി, തിണ്ടുക്കൽ, മധുര പോലുള്ള ഡിസ്ട്രിക്റ്റിൽ ഇരുന്ന ഡോക്ടേഴ്സ് അവിടത്തേക്ക് തിരിച്ചിട്ടുണ്ട്. അതുപോലെ സേലം, തിരിച്ച് കളക്ടേഴ്സിന് ഉടൻ തന്നെ നാമക്കൽ ചെല്ലാൻ, കറൂർ ചെല്ലാൻ വേണ്ടിയിട്ട് ചീഫ് മിനിസ്റ്റർ MK സ്റ്റാലിൻ അഡ്വൈസ് ചെയ്തിട്ടുണ്ട്. തൽക്കാലം ചെന്നൈയിലും ഉടൻ ഇപ്പോൾ ഒരു ആലോചന കൂട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ്. സെക്രട്ടേറിയറ്റില് CM, സീനിയർ മിനിസ്റ്റേഴ്സ് ഉള്ളിട്ട് ഒരു അർജന്റ് മീറ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ മീറ്റിംഗിനെ തുടർന്ന് CM ഇന്ന് രാത്രി തന്നെ കറൂർ ചെല്ലാൻ ചാൻസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നാളെ രാവിലെ കറൂർ ചെല്ലാൻ ഡിസൈഡ് ചെയ്തിട്ടുണ്ടെന്നാണ് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഈ ആക്സിഡന്റ് വല്ലാത്തൊരു ഭയങ്കര ആക്സിഡന്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. കാരണം ഇത്തരം അധികം ആൾക്കാർ ഒരു പബ്ലിക് മീറ്റിംഗിൽ, അത് പൊളിറ്റിക്കൽ മീറ്റിംഗിൽ മരിക്കുന്നത് എന്നത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സംഭവമാണ്. അതിലും കുഞ്ഞുങ്ങള്, പെണ്ണുങ്ങൾ ഉള്ളിട്ടോർ ഈ സംഭവത്തിൽ മരിച്ചത് അതാഹ ഒരു സംഭവമായിട്ട് മാറിയിട്ടുണ്ട്. പോലീസ്, അതുപോലെ ഡോക്ടേഴ്സ്, ഹോസ്പിറ്റൽസ് ഉടൻ തന്നെ അവിടെ ചെല്ലാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. മിനിസ്റ്റേഴ്സ്, അതായത് അടുത്തുള്ള മിനിസ്റ്റേഴ്സ് ഉടൻ തന്നെ അവിടെ പോയിട്ടുണ്ട്. CM ഇന്ന് രാത്രി അല്ലെങ്കിൽ നാളെ രാവിലെ അവിടെ ചെല്ലാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ചെന്നൈയിലെ സെക്രട്ടേറിയറ്റിൽ ഒരു അർജന്റ് മീറ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് CM. സിന്ദൂരി. പാൽമുരുകൻ, ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. ഇപ്പോൾ നിലവിൽ അവിടെ എത്തുമെന്ന് പറഞ്ഞ സമയം അതിക്രമിച്ച് മണിക്കൂറുകൾക്ക് ശേഷമാണ് വിജയ് അവിടെ എത്തിയത്. വിജയെ കാണുവാനായി ഇന്ന് രാവിലെ ഏതാണ്ട് 8 മണിയോടുകൂടി അല്ലെങ്കിൽ 7 മണിയോടുകൂടി തന്നെ അവിടെ ആൾക്കൂട്ടം ഉണ്ടായിരുന്നു. ഈ 12:30 എങ്ങാണ്ട് വിജയ് എത്തുമെന്ന് പറഞ്ഞു. ആ സമയത്ത് അവിടെ എത്തിയില്ല. പിന്നീട് രാത്രി 7 മണിയോടുകൂടിയാണ് വിജയ് അവിടെ എത്തുന്നത്. ഈ ഒരു കാലതാമസവും ഈ ആൾക്കൂട്ടം കൂടുതൽ അവിടെ എത്തുന്നതിനും ഈ ഒരു അപകടത്തിന്റെ ആക്കം കൂട്ടുന്നതിനും കാരണമായിട്ടുണ്ടോ? കാരണം ഇന്ന് രാവിലെ തൊട്ട് അവിടെ ഒരുപാട് തിരക്കുണ്ടായിരുന്നു. ആൾക്കാർ ഇന്നലെ രാത്രി തന്നെ അവിടെ വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത് കേട്ട്. രാത്രി മുതൽ അതിരാവിലെ എത്തിയവരുണ്ട്. കണ്ടിന്യൂ ആയിട്ട് അവിടെ തന്നെ ഈ ചെന്നൈയിൽ നാമക്കൽ, കരൂർ പോലത്തെ സ്ഥലങ്ങളിലൊക്കെ തൽക്കാലം നല്ല ചൂടുണ്ട്. ഈ സമയത്താണ് ഈ മീറ്റിംഗ് നടക്കുന്നത്. അങ്ങനെ നേരത്തെ എത്തിയ പല ആൾക്കാരും അവിടെ തിങ്ങി നിറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ വിജയിന്റെ വാഹനം എത്തിച്ചേരാൻ ഒരുപാട് ലേറ്റായി. ഇന്ന് മാത്രമല്ല, കണ്ടിന്യൂ ആയിട്ട് പല സ്ഥലങ്ങളിലും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. വിജയുടെ എത്തുന്ന സമയം അതായത് കൂടുതൽ താമസം ഏർപ്പെടുന്നുണ്ട്. പല സ്ഥലങ്ങളിലും 1 മണിക്കൂർ 2 മണിക്കൂർ കൊണ്ട് ഈ മീറ്റിംഗ് തീർന്നതാണ്. പക്ഷേ ഇന്ന് ഒരുപാട് സമയമെടുത്തതും ഒരു കാരണമാണെന്ന് തോന്നുന്നു. അല്ലാതെ വിജയെ കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ഫാൻസ് അവിടെ, പൊതുവെ ഈ പൊളിറ്റിക്കൽ മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ കൂടി ഒരുപാട് ഫാൻസ് വരുന്നുണ്ട്. അതാണ് ഈ ഒരു സ്റ്റാമ്പേഡ് ലെവലിന് പോകാൻ ഒരു സിറ്റുവേഷൻ ഉണ്ടായതെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്ന സിന്ധൂരി. അതായത് പാൽമുരുകൻ, ഇവിടെ ഏറ്റവും കൂടുതൽ അപകടത്തിൽ പെട്ടിരിക്കുന്നതും ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഗുരുതരാവസ്ഥയിൽ നിൽക്കുന്നതും യുവാക്കളാണ്. ഒരുപക്ഷെ ഇപ്പോൾ പാൽമുരുകൻ പറഞ്ഞതുപോലെ തന്നെ ഈ ഫാൻസുകാരുടെ തള്ളിക്കയറ്റവും അതിന് ഈ അപകടത്തിന്റെ ആക്കം കൂട്ടിയിരിക്കാം, അല്ലേ?
അതായത് വിജയുടെ പൊളിറ്റിക്കൽ പാർട്ടിയിൽ കൂടുതലും യൂത്ത് ആണ് കൂടുതലുള്ളത്, യങ്സ്റ്റേഴ്സ് ആണ് കൂടുതലുള്ളത്. ഈ മീറ്റിംഗിന് വരുന്നവരും അവരാണ് കൂടുതലും. അതേപോലെ സ്ത്രീകൾ ഒരുപാട് വരുന്നുണ്ട്. ഇങ്ങനെ യൂത്ത് ക്രൗഡാണ് പൊതുവെ എല്ലാ സ്ഥലങ്ങളിലും തൽക്കാലം നമ്മൾ കടന്ന 2-3 months ആയിട്ട് കാണാൻ കഴിഞ്ഞത്. അതുകൊണ്ടാണ് ഈ യൂത്ത് കൂടുതലും ഈ സ്റ്റാമ്പേഡിൽ മരിക്കാൻ ഇടയായിട്ടുള്ളത്. ഇത്ര വലിയൊരു ദുരന്തം എല്ലാവരും തന്നെ, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള എല്ലാവരും പ്രതികരിച്ചുകൊണ്ടേയിരിക്കുന്നു, ഇടപെട്ടുകൊണ്ടേയിരിക്കുന്നു. വിജയുടെ ഭാഗത്തു നിന്നും ഈ ഒരു അപകടം ഉണ്ടായതിനു ശേഷം ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണങ്ങൾ ലഭിച്ചിട്ടുണ്ടോ? ഇതുവരെ ഒഫീഷ്യലായിട്ട് അങ്ങനെ ഒന്നും വന്നിട്ടില്ല. പക്ഷേ അവര് പറയുന്നത് അതായത് പ്രദേശത്തിൽ അധികം ഒരു ക്രൗഡ് എത്തിയെന്ന് ആണ് പറയുന്നത്. പക്ഷേ വിജയുടെ എല്ലാ പൊളിറ്റിക്കൽ മീറ്റിംഗിലും ഇത്രയധികം ക്രൗഡ് വരുന്നുണ്ട്. അത് മനസ്സിലാക്കി അവർ അതിനുള്ള ഏർപ്പാടുകൾ ചെയ്തില്ലെന്നാണ് തൽക്കാലം മനസ്സിലാക്കാൻ പറ്റുന്നത്. അത് മാത്രമല്ല, വിജയുടെ ഈ പൊളിറ്റിക്കൽ പാർട്ടിയിലുള്ള കേഡേഴ്സിനെ ഒരു കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു ക്രൗഡാണ് അവർ വരുന്നത്. ഇവിടെ മാത്രമല്ല, എല്ലാ സ്ഥലങ്ങളിലും അൺകൺട്രോൾഡ് ഒരു സിറ്റുവേഷൻ ആണ് നമ്മൾ പൊതുവെ കാണാൻ പറ്റുന്നത്. കാരണം ലാസ്റ്റ് ടൈം മധുരയിൽ നടന്ന ഒരു സംഭവത്തിൽ അതായത് സെക്യൂരിറ്റിയുടെ ലാപ്സ് ഉണ്ടായിരുന്നെന്നും കംപ്ലൈന്റ് ഒക്കെ ഉണ്ടായിരുന്നു, FIR ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ സെക്കൻഡ് ടൈം ഇതുപോലെ സംഭവിച്ചിരിക്കുന്നു. ശരി, വളരെയധികം നന്ദി പാൽമുരുകൻ. നമ്മളുമായിട്ട് ഇത്രയും നേരം വിവരങ്ങൾ പങ്കുവച്ചത് തമിഴ്നാട്ടിൽ നിന്നുള്ള മാധ്യമപ്രവർത്തകൻ പാൽമുരുകനാണ്.